അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അതിരിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് വളരെ കേൾക്കുകയും ഇതിൻ്റെ ഒരു പ്രയോജനം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് വിനയത്തോട് അറിയിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അഷറത്തുൽ മുബശ്ശറ, അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാർ. നമ്മളവരെക്കുറിച്ചുള്ള പദ്യവും കേൾക്കാറുണ്ട്. ബുർദ ബൈത്തിൻ്റെ, അതുപോലെ യാക്രമ ബൈത്തിൻ്റെ ഒക്കെ ലാസ്റ്റ് റബീഉൽ അവ്വൽ നമ്മളൊക്കെ പ്രത്യേകിച്ചും കേൾക്കും. സുമ്മത്തിള്ള അൻ നബി ബക്കരിയും വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാനദിൽ കറമി എന്നുള്ള, അതുപോലെ പല പണ്ഡിതന്മാരുടെ വാളിൻ്റെ ആദ്യത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അവരാരൊക്കെയാണ്? ഒന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 ആളുകൾ മഹാന്മാരായ ഖലീഫമാർ കൂടിയാണ്. ഖുലഫാ ഉർ റാഷിദ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാന്മാരാണ്. പിന്നെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ 10 മഹാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ പദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ കാണാതെയൊക്കെ ഇടയ്ക്ക് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഈ സ്വഹാബിമാരുടെ പേര് പറയുന്നത് പോലും വലിയ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവരൊക്കെ സ്വർഗം ലഭിച്ചവരാണ്. എന്താണ് അവരൊക്കെ സ്വർഗം ലഭിക്കാനുള്ള കാരണം എന്ന് ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ അവർ അധ്വാനിച്ചു എന്നുള്ളതാണ്. വലിയ അധ്വാനം ഈ ഒരു കാലയളവിൽ, കുറഞ്ഞ കാലയളവിൽ അവർ നിർവഹിച്ചു. പലരും പല രൂപത്തിലുള്ള ത്യാഗങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. അത് നമ്മളെക്കൊണ്ട് പറ്റുകയില്ല. സ്വഹാബിമാരിൽ തന്നെ പ്രധാനികളാണ് ഈ മഹാന്മാർ. സ്വഹാബികൾ ആരാണ്? അവർ തന്നെ സ്വർഗത്തിലാണ്. അസ്ഹാബി കന്നുജൂം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം ലഭിച്ചു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പറഞ്ഞു. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. സ്വഹാബിമാരുടെ ഖബറുള്ള നാടാണ് നമ്മൾ കേരളം എന്നർത്ഥം. അപ്പം നമ്മൾ അങ്ങനെ ഒരു നാട് ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം നമുക്ക് നൽകുന്നുണ്ടല്ലോ. മുത്തുനബി തങ്ങളെ കണ്ടവരല്ലേ അവർ. മുത്തുനബി തങ്ങൾ ആ പുണ്യമാക്കപ്പെട്ട കരങ്ങൾ പിടിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ അവർ. അവരെത്ര ഭാഗ്യവാന്മാരാണ്. അവരെ പറഞ്ഞാൽ നമുക്ക് തീരൂല, അത്ര പുണ്യം അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവരെക്കാൾ ഒരാളും മെച്ചത്തിലാവുകയുമില്ല എത്ര ഇബാദത്ത് ചെയ്താലും. കാരണം അതിനേക്കാളും വലിയ ത്യാഗങ്ങളാണ്
അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു. ബദർ യുദ്ധത്തിൻ്റെ ആ സാഹചര്യത്തിൽ അവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ആ പുണ്യമാക്കപ്പെട്ട ആ ബദർ മുന്നിൽ കണ്ടുകൊണ്ട് അവരെന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് കടലിൽ ചാടാൻ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളത് ചാടും, ഞങ്ങളങ്ങനെ അനുസരിക്കും, അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ടാകും എന്നാ പറഞ്ഞു. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ അധ്വാനവും അവരുടെ പ്രയത്നവും എല്ലാം ദീനിന് വേണ്ടി അർപ്പിച്ചവരാണ്. അവരാണ് സ്വഹാബിമാർ. അവർ മുഹാജിറുകളായ സ്വഹാബിമാരുണ്ട്, അൻസാറുകളായ സ്വഹാബിമാരുണ്ട്. മുഹാജിറുകളെന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയം കൊണ്ട് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ കൂടെ അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കൽപ്പനനുസരിച്ച് മദീനത്തേക്ക് ഹിജ്റ പോയവരാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ഹിജ്റ ചെന്ന റസൂലുള്ളാഹി തങ്ങളെയും സ്വഹാബിമാരെയും സ്വീകരിച്ചവരാണ് അൻസാറുകൾ. എല്ലാവരും ഭാഗ്യവാന്മാരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ. ഖുർആൻ പറഞ്ഞതാണ് അവരെ പറ്റി. നമുക്കെന്താണ് ഇനി ചെയ്യേണ്ടത്? ഖുർആൻ പറഞ്ഞത് വല്ലദീന തബഅഹും ബിഇഹ്സാൻ. ആ സഹാബിമാർ കാണിച്ചു തന്ന മാർഗം അതിൽ പിമ്പറ്റി ജീവിച്ചാൽ നമുക്കും സ്വർഗത്തിൽ പോകാം. അന്ത്യനാൾ വരെ നമ്മുടെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അന്ത്യനാൾ വരെ ഈ സ്വഹാബത്തിനെ അനുസരിച്ച് അംഗീകരിച്ച് പിമ്പറ്റി ജീവിക്കുന്നവർക്കും സ്വർഗമുണ്ട് എന്നർത്ഥം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരും പെടുത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.